ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വിക്ക് കൊമേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വിക്ക് കൊമേഴ്സിന് ഇന്നത്തെ ഒരു അവസ്ഥ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു സെഗ്മെന്റിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുത്ത് ചെയ്ത സെഗ്മെന്റ് ആണത്. അതുകൂടാതെ യെസ് ബാങ്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ഇന്നത്തെ വീഡിയോയിലുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇനി നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 155 പോയിന്റ് ഇടിഞ്ഞ് 80,641 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 81.55 പോയിന്റ് ഇടിഞ്ഞ് 24,379 ക്ലോസ് ചെയ്തത്. ഇനി ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ഇടിഞ്ഞിരുന്നു, ഏകദേശം 1% കൂടുതൽ ഇടിഞ്ഞ് 54,271 ക്ലോസ് ചെയ്തത്. ഇനി ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് 2.27%, സ്മോൾ ക്യാപ്പ് 2.5% ഇടിഞ്ഞിരുന്നു. ഇന്ത്യ വിക്സ് ഏകദേശം 3.6% വർദ്ധിച്ച് 19 ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 13 സെക്ടറുകളിൽ 12 നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. PSU ബാങ്കിങ് ഇൻഡെക്സ് ഏകദേശം 5% ഇടിഞ്ഞിട്ടുള്ളത്. റിയൽറ്റി 3.32%, ഓയിൽ ആൻഡ് ഗ്യാസ്, മീഡിയ, എനർജി, കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ സെഗ്മെൻറ്റുകൾ 1.7 മുതൽ 2.15% വരെ ഇടിഞ്ഞിട്ടുണ്ട്. ഓട്ടോ സെക്ടർ മാത്രമേ നിന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഈ ബുധനാഴ്ച യെസിൻ്റെ ഫെഡറൽ റിസർവിൻ്റെ പോളിസി വരുന്നുണ്ട്. ഫെഡ് റേറ്റ് ഏകദേശം കറന്റ് ലെവലിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻസ് വർദ്ധിച്ചു വരികയാണ്. ഇതൊക്കെ കണ്ടായിരിക്കണം മാർക്കറ്റ് ഇന്ന് വീണത്. ഇനി നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഹീറോ മോട്ടോകോപ്പ്, ഭാരതി എയർടെൽ തുടങ്ങിയ കമ്പനികളാണ്. ഇനി ടോപ്പ് ലോസസിൽ വരുന്നത് അദാനി എൻ്റർപ്രൈസസ്, ജിയോ ഫിനാൻഷ്യൽ തുടങ്ങിയ കമ്പനികളാണ്. അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ വെറും 545 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 2331 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി നാളെ Q4 റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കെമിക്കൽസ്, APL അപ്പോളോ ടൂൾസ്, കോൾ ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. അതുകൂടാതെ കാർട്രേഡ് ടെക്, GTL ലിമിറ്റഡ്, MRF, നിവാബുപ്പ ഹെൽത്ത് ഇൻഷുറൻസ്, സൊനാറ്റ സോഫ്റ്റ്വെയർ, യുണൈറ്റഡ് ബ്രൂവറീസ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. ഇത് മാത്രമല്ല കുറേ കമ്പനികളുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട കമ്പനികൾ ഇവയാണ്. ഇനി നമുക്ക് മറ്റ് അപ്ഡേറ്റുകളിലേക്ക് കിടക്കാം. അടുത്ത ഭാഗത്തെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ആദ്യത്തെ അപ്ഡേറ്റ് ആൽഗോ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ആൽഗോ ട്രേഡിങ്ങിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില അപ്ഡേറ്റ്സുകൾ കൊണ്ടുവരുന്ന സെബി കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർക്കുലർ വന്നിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങൾ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് സ്ട്രാറ്റജി രജിസ്റ്റർ ചെയ്യണമെന്നുള്ളൊരു കാര്യം മുമ്പത്തെ സർക്കുലറുകളിൽ പറഞ്ഞിരുന്നു. അതിന് ത്രെഷോൾഡ് 1 സെക്കൻഡിൽ 10 ഓർഡറുകളിൽ കൂടുതൽ ഓർഡറുകൾ സെൻഡ് ചെയ്യുന്ന ആൽഗോകൾക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റു ട്രാക്കിംഗ് റിസ്ക് കൺട്രോളുകളും വരും, പക്ഷേ ഈ രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾ ഈ 10 ഓർഡറിൽ കൂടുതൽ പഞ്ച് ചെയ്യുന്നുണ്ട് 1 സെക്കൻഡിൽ, പക്ഷേ എന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആൽഗോ സ്വാഭാവികമായിട്ട് ബ്ലോക്ക് ആവും. ഇത് മോണിറ്റർ ചെയ്യേണ്ട ചുമതല ബ്രോക്കേഴ്സിനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പിന്നൊരു അപ്ഡേറ്റ് ബ്രോക്കേഴ്സിനും മറ്റ് ആൽഗോ ട്രേഡിംഗ് വെൻഡേഴ്സിനും ഈ ആൽഗോ സ്ട്രാറ്റജീസ് ഓഫർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുകയും ആൽഗോ സ്ട്രാറ്റജീസ് ഓഫർ ചെയ്യുകയും ചെയ്യാമെന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിന് ഇവരിൽ നിന്ന് ഈ ആൽഗോ സ്ട്രാറ്റജീസ് വാങ്ങി ഉപയോഗിക്കാം. ഇവ രജിസ്റ്റർ ചെയ്യണം നിർബന്ധമായിട്ടും. കൂടാതെ ഇത് ഓഡിറ്റബിൾ ആയിരിക്കണം. മിനിമം 5 വർഷത്തേക്ക് ഇത് സ്റ്റോർ ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇനി നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് ഈ ആൽഗോ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി നമ്മുടെ ബ്രോക്കേഴ്സ് ത്രൂ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം നമ്മളത് ബ്രോക്കറിനെ അറിയിക്കുക, അവരത് എക്സ്ചേഞ്ചിനെ അറിയിക്കും, എന്നിട്ട് നമുക്കൊരു രജിസ്ട്രേഷൻ ID ലഭിക്കും. ആ രീതിയിലാണ് അതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് ബ്രോക്കറിനെയാണ്. ബ്രോക്കർ അത് എക്സ്ചേഞ്ചിനെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി വന്നിട്ടുള്ളത് സ്റ്റാറ്റിക് IP മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആൽഗോ ട്രേഡിംഗ് ആക്സസ് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിക് IP നിർബന്ധമാണ്. പക്ഷേ ഈ സ്റ്റാറ്റിക് IP ഏത് ടൈപ്പാണ് നമ്മുടെ ആൽഗോ എന്നുള്ളതനുസരിച്ച് വ്യത്യാസമായിരിക്കും. ക്ലയൻറ്റ് ഉണ്ടാക്കുന്ന ആൽഗോ ആണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. വെണ്ടറിൻ്റെ ആണെങ്കിൽ അതിനനുസരിച്ച്, ബ്രോക്കറിൻ്റെ ആൽഗോ സ്ട്രാറ്റജി ആണെങ്കിൽ അതിനനുസരിച്ച് ഈ സ്റ്റാറ്റിക് IP ഉപയോഗിക്കേണ്ട ആരെന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു ഫാമിലിക്കുള്ളിൽ ഈ സ്റ്റാറ്റിക് IP നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്തത് മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്ന ആൾക്കാണ് മൾട്ടിപ്പിൾ ആൽഗോസ് ഒരാൾക്ക് ഉപയോഗിക്കാം. ഇത് അലൗഡാണ്. പക്ഷേ ഇതൊക്കെ ഈ സ്റ്റാറ്റിക് IP ആയിട്ട് ലിങ്ക് ആയിരിക്കണം. പിന്നെ ഈ ആൽഗോ വെൻഡേഴ്സിനെയും മോണിറ്റർ ചെയ്യേണ്ട ചുമതല ബ്രോക്കേഴ്സിന് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ബ്രോക്കേഴ്സിന് അവരുടെ ചുമതലകൾ കൂടുകയും അവരുടെ ചിലവുകളും കൂടാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ അവർക്ക് ഇതൊരു പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനുള്ള ചാൻസ് കൂടിയാണ്. അവർക്കും ആൽഗോ സ്ട്രാറ്റജീസ് ഉണ്ടാക്കി മാർക്കറ്റിൽ ഇറക്കാവുന്നതാണ്. അവർക്കും അവരുടെ ക്ലയൻസിന് അത് കൊടുക്കാവുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് FISുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവർ നെറ്റ് ബയേഴ്സ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവർ 4,223 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിട്ടുണ്ട്. ഇത് നെറ്റ് വാല്യൂ ആണ് ഞാൻ പറയുന്നുള്ളത്. ഇനി തൊട്ട് മുമ്പത്തെ മാസങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന് മുമ്പത്തെ മാസം 3,973 കോടി നെഗറ്റീവായിരുന്നു മാർച്ചിൽ.
അതിന് തൊട്ടുമുമ്പ് ഫെബ്രുവരിയിൽ 34,574 കോടി നെഗറ്റീവായിരുന്നു. അതുകൂടാതെ ജനുവരിയിൽ 78,027 കോടി നെഗറ്റീവായിരുന്നു. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഈ 2025 നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ അവരുടെ നെറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1.12 ട്രില്യൺ നെഗറ്റീവിലാണ് ഉള്ളത്. ഏപ്രിൽ മാസത്തെ ഈ ഒരു പോസിറ്റീവ് ഔട്ട്ഫ്ലോ അത് കുറച്ച് കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് $US വീക്കായത്, അതുകൂടാതെ ഇന്ത്യ-US ട്രേഡ് ഡീലിനുള്ള ഒരു സാധ്യത $US വീക്കായതുകൊണ്ട് തന്നെ ഈ റുപ്പി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൂടാതെ ചില പ്രധാനപ്പെട്ട കമ്പനികളുടെ പോസിറ്റീവ് ഏർണിങ്സ് ഇതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടതാണ് ആ ഒരു ട്രംപ് 90 ദിവസത്തേക്ക് ഈ ഒരു ടാരിഫ് നിർത്തിയ സമയത്താണ് മാർക്കറ്റ് തിരിച്ചറിയാൻ തുടങ്ങിയത്. അതുകൂടാതെ താരിഫ് പ്രഖ്യാപിച്ച ശേഷം ഡോളർ ഇൻഡെക്സ് നല്ല രീതിയിൽ ഇടിഞ്ഞിരുന്നു. ഏകദേശം 111 നിന്ന് 99 താഴ്ന്നു നിന്ന് ഏകദേശം 100 താഴെ പോയിട്ടുണ്ട്. ഇതൊക്കെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ പോലുള്ള മാർക്കറ്റിലേക്ക് തിരിച്ചു വരാൻ കാരണമായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റ് യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. ജപ്പാനിലെ SMBC യെസ് ബാങ്കിൽ ഒരു കൺട്രോളിംഗ് സ്റ്റേക്ക് അക്വയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവർ SBI ആയിട്ട് ഇതിനുള്ള ചർച്ച നടക്കുകയാണ്. SBIക്ക് ഏകദേശം 23.97% സ്റ്റേക്സ് യെസ് ബാങ്കിൽ കറൻ്റ് ഉണ്ട്. അതിൽ നിന്ന് ഏകദേശം 20% ഇപ്പോൾ അക്വയർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അവരതിനൊരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ബാങ്കിലേക്ക് അവർ 6% ഫ്രഷ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. അതും കഴിഞ്ഞാൽ കമ്പനി ഒരു ഓപ്പൺ ഓഫറുമായിട്ട് വരും. അങ്ങനെയാണ് അവർ 51%, അതായത് ഒരു കൺട്രോളിംഗ് സ്റ്റേക്കിലേക്ക് അവരുടെ സ്റ്റേക്ക് ഉയർത്താൻ പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു ഓപ്പൺ ഓഫറിൽ മിക്കവാറും ബാക്കി വരുന്ന SBIയുടെ ഷെയറുകളും ടോട്ടൽ 23.97% അവർക്ക് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ അവർ 20% ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബാക്കി വരുന്നതും ഈ ഒരു ഓപ്പൺ ഓഫറിൽ അവർ ചിലപ്പോൾ സെല് ചെയ്യും. അതുകൂടാതെ മറ്റു പല പ്രധാനപ്പെട്ട ബാങ്കുകൾക്കും ഈ ഒരു യെസ് ബാങ്കിൽ സ്റ്റേക്ക് ഉണ്ട്. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, അഡ്വന്റ് ഇന്റർനാഷണൽ, കാർലൈൽ തുടങ്ങിയ പല ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്കും ഈ ഒരു യെസ് ബാങ്കിൽ സ്റ്റേക്ക് ഉണ്ട്. അവരും ഈ ഒരു ഓപ്പൺ ഓഫറിൽ മിക്കവാറും അവരുടെ സ്റ്റേക്കും സെല് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ അപ്രൂവൽ കിട്ടിയാലുള്ള കാര്യമാണ്. ഇപ്പോൾ ജസ്റ്റ് SBIയുടെ ടോക്ക് റീഓപ്പൺ ചെയ്തിട്ടുണ്ട് അവർ. എന്തായാലും ഇതെങ്ങനെ വരുന്നുള്ളത് വരുന്ന ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിലെ ക്വിക്ക് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ടോപ്പ് 5 സ്ഥാനങ്ങളിലുള്ള ക്വിക്ക് കൊമേഴ്സുകളെല്ലാം കൂടി ഡെയിലി 4.8 മില്യൺ ഓർഡേഴ്സ് 2025 മാർച്ച് മാസത്തിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് 24 അളവിനേക്കാൾ ഏകദേശം ഡബിൾ ആണത്. അപ്പോൾ ക്വിക്ക് കൊമേഴ്സിൻ്റെ വലിയ രീതിയിലുള്ള ഗ്രോത്തിനെ കാണിക്കുന്നതാണത്. ബ്ലിങ്കിറ്റ് തന്നെയാണ് മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്നത് ഇപ്പോഴും. അവരുടെ ഡെയിലി ഓർഡേഴ്സ് 1.65 മുതൽ 1.75 മില്യൺ ഓർഡേഴ്സാണ്. തൊട്ട് താഴെ വരുന്നത് സെപ്റ്റോ ആണ്. 1.45 മുതൽ 1.55 മില്യൺ ആണ്. അടുത്ത് വരുന്നത് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടാണ്. 1.05 മുതൽ 1.5 മില്യൺ ഡെയിലി ഓർഡേഴ്സാണ് അവർ മാനേജ് ചെയ്യുന്നത്. ഇനി ഇതിലുള്ള ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നോക്കുമ്പോൾ ബ്ലിങ്കിറ്റ് 90% ഗ്രോ ചെയ്തിട്ടുണ്ട്. സെപ്റ്റോ 200% ഗ്രോ ചെയ്തിട്ടുണ്ട്. സെപ്റ്റോ ലിസ്റ്റഡ് കമ്പനി അല്ല, ബ്ലിങ്കിറ്റ് സൊമാറ്റോയുടെ ഭാഗമാണ്. ഇൻസ്റ്റാമാർട്ട് 60% ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാമാർട്ട് സ്വിഗ്ഗിൻ്റെ ഭാഗമാണ്. സെപ്റ്റോ നല്ല രീതിയിൽ ഫണ്ട് ഇറക്കിയിട്ടാണ് ഈ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുള്ളത്. അവർക്ക് നല്ല ഫണ്ടിങ് ലഭിക്കുന്നുണ്ട്. അത് ബേൺ ചെയ്തിട്ടാണ് ഈ ഒരു ഗ്രോത്ത് നേടിയിട്ടുള്ളത്. പക്ഷേ അവരുടെ പുതിയ കസ്റ്റമർ എഡിഷൻ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട്. 73% ഡ്രോപ്പ് ആയിട്ടുണ്ട് ആ ഒരു നമ്പർ. അതേസമയത്ത് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൻ്റെ സെപ്പറേറ്റ് ആപ്പാണ്. അവർക്ക് ഫുഡ് ഡെലിവറിക്കും ഇതിനും ഇൻസ്റ്റാമാർട്ടിന് സെപ്പറേറ്റ് ആപ്പാണ്. അവർ നല്ല രീതിയിൽ പുതിയ യൂസേഴ്സിൻ്റെ നമ്പേഴ്സ് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഡിസംബറിലെ 1.24 മില്യൺ യൂസേഴ്സിൽ നിന്ന് മാർച്ചിലെത്തിയപ്പോൾ 3.3 മില്യൺ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഈ മേഖലയിൽ പുതിയ പ്ലേയേഴ്സും വന്നിട്ടുണ്ട്. പക്ഷേ പുതിയെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് റീറ്റെയിൽ ഭീമനാണ് ബിഗ് ബാസ്ക്കറ്റ്. അവർ ഈ ഒരു മേഖലയിൽ ക്വിക്ക് കൊമേഴ്സിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫ്ലിപ്കാർട്ടും ക്വിക്ക് കൊമേഴ്സിലേക്ക് വരുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് മിനിറ്റ്സ് എന്നുള്ള പേരിലാണ് അവരുടെ ഈ ഒരു ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റ് അറിയപ്പെടുന്നത്. ബിഗ് ബാസ്ക്കറ്റ് ഏകദേശം മാർച്ചിൽ 3.49 മില്യൺ പുതിയ യൂസേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലിങ്കിറ്റിൻ്റെ പുതിയ യൂസേഴ്സിൻ്റെ നമ്പർ നോക്കുകയാണെങ്കിൽ ചെറിയ ഇടിവുണ്ടായിട്ടുണ്ട്. 5.11 മില്യൺ ഡിസംബറിലുണ്ടായിരുന്നത് 4.9 മില്യൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് മാർച്ചിലെത്തിയപ്പോൾ. ഈ ഒരു ക്വിക്ക് കൊമേഴ്സിൻ്റെ ഗ്രോത്ത് വളരെ അത്ഭുതപ്പെടുന്നതാണ്. കാരണം ഒരു 3-4 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ബിസിനസ്സേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു 4 വർഷത്തിനുള്ളിൽ അവർ ഏകദേശം 6.5 ബില്യണിൻ്റെ മാർക്കറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. എങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റു റീറ്റെയിൽ സ്റ്റോറുകൾ സാധാരണക്കാർക്ക് വലിയൊരു അടി കൂടിയാണിത്. അവരുടെ ബിസിനസ്സാണ് മിക്കവാറും ഈ ഒരു ക്വിക്ക് കൊമേഴ്സ് ഭീമന്മാർ വളരുന്നതിനനുസരിച്ച് കുറയുന്നത്. ഇനി ഈ ഒരു സെക്ടറിലേക്ക് കുറച്ചുകൂടി വലിയ വലിയ കമ്പനികളും കൂടി വരുന്നുണ്ട്. മിക്കവാറും റിലയൻസിൻ്റെ ജിയോ മാർട്ടും എൻ്റർ ചെയ്യുന്നുണ്ട് ഈ ഒരു സെഗ്മെൻറ്റ്. അവർ മുമ്പേ എൻ്റർ ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും അവർ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിരുന്നില്ല. പക്ഷേ അവർക്കും വലിയ വലിയ പ്ലാനുകളുണ്ട്. കൂടാതെ ഫ്ലിപ്കാർട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ട് ആമസോൺ അവരുടെ പൈലറ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അവരും മിക്കവാറും അടുത്ത് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്നതാണ്. അവരൊക്കെ വരുമ്പോൾ ഈ ഒരു സ്വിഗ്ഗി സൊമാറ്റോക്ക് ഇവരുടെ ഈ ഒരു മാർക്കറ്റ് ഷെയർ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. പലർക്കും അറിയാവുന്നതാണ്. സൊമാറ്റോയുടെ ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റ് പേരാണ് ബ്ലിങ്കിറ്റ്, സ്വിഗ്ഗിയുടെയാണ് ഇൻസ്റ്റാമാർട്ട്. എന്തായാലും ഈ ഒരു ഫീൽഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
അടുത്തത് SBIയുമായി ബന്ധപ്പെട്ടാണ്. അവർ 18,000 പുതിയ ഹയറിങ് FY26 നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ വലിയൊരു ന്യൂസ് തന്നെയാണ്. കാരണം അവർ കഴിഞ്ഞ ഡെക്കേഡിൽ ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവാണിത്. ഏകദേശം 3000-ഓളം പ്രൊബേഷണറി ആൻഡ് ലോക്കൽ ഓഫീസേഴ്സ്, 13,500 മുതൽ 14,000 വരെ ക്ലറിക്കൽ സ്റ്റാഫുമാണ് അവർ റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ അവർ ടെക്നിക്കൽ ഡിവിഷനിലേക്കും സിസ്റ്റം ഓഫീസേഴ്സിനെയും റിക്രൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം 1600-ഓളം സിസ്റ്റം ഓഫീസേഴ്സും റിക്രൂട്ട് ചെയ്യുക അവർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കമ്പനികളുടെ പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ്. ഒന്നാമത്തേത് ഇന്ത്യൻ ഹോട്ടൽസിൻ്റെയാണ്. അവരുടെ Q4 പ്രോഫിറ്റ് 30% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്ത് 481 കോടിയായിട്ടുണ്ട്. റവന്യൂ 10% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്തിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ പക്ഷേ അത് ഫ്ലാറ്റ് ആണ് ആ നമ്പേഴ്സ്. കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് 522 കോടിയായിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അവിടെയും ഡൗൺ ആണ്. എബിട്ട 30% വർദ്ധിച്ചിട്ടുണ്ട്. മാർജിൻസ് 36.9% വർദ്ധിച്ചിട്ടുണ്ട്. ഇനി FY25 ടോട്ടൽ റവന്യൂ ഒക്കെ ആണെങ്കിൽ 8,565 കോടിയായിരുന്നു. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ₹2.25 ഒരു സ്റ്റോക്കിൻ്റെ മുകളിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ റിസൾട്ടാണ്. അവരുടെ പ്രോഫിറ്റ് 22% ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്ത് 2,437 കോടിയായിട്ടുണ്ട്. റവന്യൂ 24% വർദ്ധിച്ചിട്ടുണ്ട്. അത് 31,650 കോടിയായിട്ടുണ്ട്. അവരും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ₹25.30 ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റെക്കോർഡ് ഡേറ്റ് വരുന്നത് ജൂലൈ 4 അവരുടെ SCV മാർക്കറ്റ് ഷെയർ 310 ബേസിസ് പോയിന്റ് കൂടിയിട്ടുണ്ട്. LCV മാർക്കറ്റ് ഷെയർ 480 BPS കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.